ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ അയവിറക്കിയും പൂർവ്വകാല സ്മരണകളും പുതിയതും പഴയതുമായ ജീവിതാനുഭവങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും പരിചയങ്ങൾ പുതുക്കിയും പരസ്പരം പങ്കുവച്ചും തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ ഒരുക്കിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ടതായി. 20 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി എന്ന പേരിൽ സമാരിറ്റൻസ് 2005 ബാച്ച് വിദ്യാർത്ഥികളായിരുന്നു ഒത്തുചേർന്നത്. പഠിച്ചിറങ്ങിയ ക്ലാസ് മുറികൾ പുനർസൃഷ്ടിച്ചും 2 പതിറ്റാണ്ടിന്റെ ഓർമ്മകളുടെ ചെപ്പുകൾ തുറന്നുമായിരുന്നു സംഗമത്തിന് തുടക്കമിട്ടത്. പതിവ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ സ്കൂളിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും സമൂഹത്തിനും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിച്ചായിരുന്നു മാതൃകയായി സമരിറ്റൻസ് 2005 ബാച്ച്. ഓഗസ്റ്റ് 9 നടന്ന ഗ്രാൻഡ് യൂണിയന് മുൻപായി തങ്ങൾ പഠിച്ചിറങ്ങിയ സ്കൂളിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായുള്ള സ്പന്ദനം എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ അനുബന്ധ സ്ഥാപനമായ അൻസാർ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇത്തിരി നേരം ഒത്തിരി സന്തോഷമായി എന്ന പരിപാടിയും ചിറമനേങ്ങാട് കനിവോ ചാരിറ്റബിൾ ട്രസ്റ്റിലെ എൻ്റെ വീട്ടിലെ അന്തേവാസികളായ അമ്മമാർക്കൊപ്പം സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി എന്ന പേരിലാണ് സമരിറ്റൻസ് 2005 എന്ന ബാച്ച് ഒത്തുചേർന്നത്. പഠിച്ചിറങ്ങിയ സ്കൂളിൻ്റെ പടിവാതിൽക്കലേക്ക് 2 പതിറ്റാണ്ടിന് ശേഷം കയറി ചെല്ലുക, ഇനി കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയാതെ പിരിഞ്ഞ പലരും വീണ്ടും കൺമുന്നിലെത്തിയപ്പോൾ പലരും പഴയ കളിക്കൂട്ടുകാരായി മാറി. ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു അപൂർവ ഏടായി മാറുകയായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 2005 കാലയളവിൽ പഠിച്ചവരുടെ സംഗമം തീർത്തും വ്യത്യസ്തമായ അനുഭവമായെന്നാണ് ഇതിൽ പങ്കെടുത്തവർ പ്രതികരിച്ചത്. അൻസാർ ക്യാമ്പസിൽ നടന്ന ഒരിക്കൽ കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ EM ഫിറോസ് അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ സാഹിറ അഹമ്മദ്, അനിൽകുമാർ, ഷൈജി, സഫിയ, ഷംസുദ്ദീൻ, KP അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാരിറ്റൻസ് ടീം അംഗങ്ങളായ സുഹൈർ, ഇസ്മായിൽ, ഫസൽ, ഉസ്മാൻ, ഷിനി, നിയാസ് എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്തിൽ 4 കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടെങ്കിലും നാട്ടുകാർക്ക് പ്രയോജനമില്ല. കരിക്കാട് പഞ്ചായത്ത് കെട്ടിടം, കടവല്ലൂർ വട്ടമാവ്, തിപ്പിലിശ്ശേരി കസ്തൂർബ നഗർ, വടക്കേക്കോട്ടോൽ, ഉന്നതി എന്നിവിടങ്ങളിലാണ് ഹാളുകളുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തടസ്സമായി പറയുന്നത്. വിവാഹം, മരണാനന്തര സദ്യകൾ തുടങ്ങിയവ നടത്താൻ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുകയായിരുന്നു കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ പഞ്ചായത്തിന്റെ ചില പരിപാടികളും പാർട്ടി യോഗങ്ങളും മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആരോപണം. കരിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹാള് 4 വർഷം മുൻപ് വരെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചപ്പോൾ ഓഫീസ് താൽക്കാലികമായി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി. അതോടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് നിർത്തി. കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. ഹാൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. വട്ടമാവിലെ ഹാൾ നവീകരിക്കുന്നതിനാണ് അടച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയായിട്ടില്ല. കോട്ടോൽ ഉന്നതിയിലെ ഹാള് അതീവ ശോച്യാവസ്ഥയിലാണ്. തിപ്പിലിശ്ശേരിയിൽ സാമഗ്രികളുടെ കുറവാണ് പ്രശ്നം. കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രവർത്തനം ക്രമീകരിക്കാനും മേൽനോട്ടത്തിനും മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപ്പായില്ലെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK രാജേഷ് പറഞ്ഞു. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം GHS സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന 69ാമത് തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 152 പോയിന്റുമായി സ്പോർട്സ് ഗ്രിഡ് അത്ലറ്റിക്സ് അക്കാദമി മച്ചാട് ചാമ്പ്യന്മാരായി. 116 പോയിന്റോടെ ആൻഡോസ് അക്കാദമി തൃശൂർ 2ാം സ്ഥാനവും 94 പോയിന്റോടെ പാറമക്കാവ് വിദ്യാമന്ദിർ പൂങ്കുന്നം 3ാം സ്ഥാനവും 74 പോയിന്റുമായി ഗവൺമെന്റ് വൊക്കേഷണൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നംകുളം 4ാം സ്ഥാനവും 66 പോയിന്റ് നേടി അല്ലമീൻ കരിക്കാട് 5ാം സ്ഥാനവും നേടി. അണ്ടർ 10 ബോയ്സ് ആൻഡ് ഗേൾസ് വിഭാഗത്തിൽ ദേവമാതാ CMI സ്കൂൾ ചാമ്പ്യന്മാരായി. അണ്ടർ 12 ഗേൾസ് വിഭാഗം സ്പോർട്സ് ഗ്രിഡ് മച്ചാട് ചാമ്പ്യന്മാരായി. അണ്ടർ 12 ബോയ്സ് വിഭാഗത്തിൽ ഗവൺമെന്റ് ഫിഷറീസ് നാട്ടിക ചാമ്പ്യന്മാരായി. സമാപന യോഗത്തിൽ തൃശൂർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, പ്രവീൺ ചിറയത്ത് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് EU രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, ട്രഷറർ V ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 90 ക്ലബ്ബുകളിൽ നിന്നും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 1500 കായിക താരങ്ങളാണ് ജില്ലാ മീറ്റിൽ പങ്കെടുത്തത്. മിനി, ജൂനിയർ, സീനിയർ മീറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ നടന്നത്. മീറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച കായിക താരങ്ങൾക്ക് ഓഗസ്റ്റ് 16 മുതൽ 19 വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ജൂനിയർ മീറ്റിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാം.
യുവതിയെ ഹെൽമറ്റ് ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും അടിച്ച് പരിക്കേൽപ്പിക്കുകയും അസഭ്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ കിഴൂർ സ്വദേശിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴൂർ സ്വദേശി 41 വയസ്സുള്ള ബിനീഷിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് നടന്നുപോയിരുന്ന യുവതിയുമായി വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് അസഭ്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് യുവതിയുടെ മുഖത്തും തലയ്ക്കും അടിച്ചതായും പറയുന്നു. പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ യുവതിയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. കണവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് ഗുണനിലവാരത്തിന്റെ അംഗീകാരമായ ISO സർട്ടിഫിക്കേഷൻ. കുടുംബശ്രീ മിഷൻ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന ISO സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് സർട്ടിഫിക്കറ്റ് നേടിയെടുത്തത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച ഉപനിയമപ്രകാരമുള്ള എല്ലാ സേവനങ്ങളും നൽകിയതിനാണ് അംഗീകാരം. ഓഫീസിലെ ഫയൽ ക്രമീകരണം, സാമ്പത്തിക ഇടപാടുകളും രജിസ്റ്ററുകളും പരിപാലിക്കുന്നതിലെ കൃത്യത, അയൽക്കൂട്ട വിവരങ്ങൾ, കാര്യക്ഷമത, സേവന മേഖലയിലെ വിലയിരുത്തൽ, ഓഫീസ് ക്രമീകരണങ്ങൾ, പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, ഹെൽപ്പ് ഡെസ്ക് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് CDS ഈ നേട്ടം കൈവരിച്ചത്. 224 കുടുംബശ്രീ യൂണിറ്റുകൾ സജീവമായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 85ഓളം ചെറുതും വലുതുമായ സംരംഭങ്ങളും ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രീജ വേലായുധൻ ചെയർപേഴ്സണായും മഞ്ജുള മനോജ് അക്കൗണ്ടന്റായും പ്രവർത്തിക്കുന്നു. 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി 44 വയസ്സുള്ള നജീബിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പോർക്കുളത്തേക്ക് പോവുകയായിരുന്ന കുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറിയതിനു ശേഷം ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിനോട് സമീപത്ത് ഇരുത്തുകയും തുടർന്ന് കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു. പഠനത്തിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പഠിക്കാൻ പോകുന്നതിനിടെയാണ് പ്രതി കുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ലൈംഗികാതിക്രമം നടത്തിയത്. സംഭവം കുട്ടി സ്കൂൾ പ്രിൻസിപ്പലിനെ അറിയിച്ചതിനെ തുടർന്ന് പ്രിൻസിപ്പൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. തുടർന്ന് കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. KSKTU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. മണത്തല പരപ്പിൽ താഴത്ത് KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AH അക്ബർ ഏരിയതല ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി V അനൂപ്, ഏരിയ ജോയിന്റ് സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, PS അശോകൻ, AA മഹേന്ദ്രൻ, KV ശശി എന്നിവർ സംസാരിച്ചു. NT സനീഷ് സ്വാഗതവും PI വിശ്വംഭരൻ നന്ദിയും പറഞ്ഞു. കൊരട്ടിക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണിലിടിച്ച് അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചുവരികയായിരുന്ന താനൂര് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. താനൂർ ചിറക്കൽ ഇടൂർ വീട്ടിൽ ഷിബ്ന, ദേവു, മഹേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഓഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുന്ന DYFI സമരസംഗമത്തിന്റെ ഭാഗമായി നടന്ന ഗുരുവായൂർ മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥ മാമാ ബസാറിൽ സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. DYFI പാലുവായ് മേഖലാ സെക്രട്ടറി റിനോയ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, വൈസ് ക്യാപ്റ്റൻ ദേവിക ദിലീപ്, മാനേജർ പ്രജീഷ് എന്നിവർ സംസാരിച്ചു.
നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചു. 2022-25 കാലയളവിൽ ഇടവകയിലെ 33 കുടുംബ കൂട്ടായ്മകളെ നയിച്ച ഭാരവാഹികളെയാണ് കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ EJ ജോഫി ചടങ്ങിൽ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ്, മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ C. തോമസ്, കേന്ദ്രസമിതി ഭാരവാഹികളായ CT ജെയിംസ്, CK ജോയ് എന്നിവർ സംസാരിച്ചു. കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭാരവാഹികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം, 2 പേർ മരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി കുഞ്ഞിരാമൻ, കാർ യാത്രിക കൂനമൂച്ചി കൂത്തൂർ ആന്റണി ഭാര്യ പുഷ്പ എന്നിവരാണ് മരിച്ചത്. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:15ഓടെയായിരുന്നു അപകടം. കൊച്ചിയിലെ കിൻഡർ ആശുപത്രിയിൽ നിന്നും രോഗിയുമായി കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസും കൂനമൂച്ചി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവ് ചെയ്തിരുന്ന കൂത്തൂർ ആന്റണിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. ആംബുലൻസ് ഡ്രൈവർ, നഴ്സ്, രോഗിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 3 പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മകളുടെ കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് എരുമപ്പെട്ടിയിൽ നിന്ന് കൂനമൂച്ചിയിലേക്ക് വരികയായിരുന്നു ആന്റണിയും പുഷ്പയും. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അമിത വേഗത്തിൽ മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കാറിന്റെ ഇന്ധന ടാങ്ക് തകർന്ന ഡീസൽ റോഡിൽ പരന്നു. ആംബുലൻസിൽ നിന്ന് ഓക്സിജനും ചോർന്നു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയത്. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ T. സോമശേഖരൻ, MB വിനോദ്, VK സുനിൽകുമാർ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആഗസ്റ്റ് 15-ന് യുവജന സംഘടന DYFI നടത്തുന്ന ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന സമര സംഗമത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥയ്ക്ക് കല്ലുപുറത്ത് ഞായറാഴ്ച സ്വീകരണം നൽകി. ഞായറാഴ്ച രാവിലെ കരിക്കാട് സെന്ററിൽ CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ DYFI കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി AM ഫിനോസ്, വൈസ് ക്യാപ്റ്റൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഹസൻ കല്ലുപുറം, മാനേജർ ബ്ലോക്ക് കമ്മിറ്റി അംഗം വിനി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചരണ ജാഥ കല്ലുപുറം സെന്ററിലെത്തിയത്. വർഗ ബഹുജന സംഘടനകൾ ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം നടത്തി. ജാഥ ക്യാപ്റ്റൻ AM ഫിനോസ്, വൈസ് ക്യാപ്റ്റൻ ഹസൻ കല്ലുപുറം ബ്രാഞ്ച് സെക്രട്ടറിയും LC അംഗവുമായ KK സുരേഷ്, LC മെമ്പർ ES സുധീർ എന്നിവർ സംസാരിച്ചു. ഏകാംഗ നാടകശില്പി VD പൗലോസ് അവതരിപ്പിച്ച തൊഴിൽ തരൂ എന്ന നാടകവും ഉണ്ടായി. കാൽനട പ്രചരണ ജാഥ ഞായറാഴ്ച വൈകിട്ട് പെരുമ്പിലാവ് ആൽത്തറയിൽ സമാപിക്കും. ആഗസ്റ്റ് 15-ന് വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് പെരുമ്പിലാവ് സെന്ററിൽ സമരസംഗമം നടക്കും. പഴഞ്ഞി അയ്യൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിനോടനുബന്ധിച്ച് ഇല്ലം നിറ ആചരിച്ചു. ക്ഷേത്രം മേൽശാന്തി ശ്രീ രാജു അവർകൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴുന്നാനയിൽ നിന്നും കൊണ്ടുവന്ന കതിർക്കറ്റകൾ ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ച് പൂജിച്ചതിനു ശേഷം ഭഗവാനും ഉപദേവന്മാർക്കും സമർപ്പിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. ആഗസ്റ്റ് 25 തിങ്കളാഴ്ചയാണ് പുത്തിരി നിവേദ്യം നടക്കുക. ക്ഷേത്ര ഭരണസമിതി മെമ്പർമാരും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവത്ര മേഖലാ സമ്മേളനം തിരുവത്ര മുട്ടിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ലിഷ മത്രങ്കോട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത്, ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ്, ഏരിയ ജോയിന്റ് സെക്രട്ടറി സിന്ധു ബാബു, മേഖലാ സെക്രട്ടറി പ്രസന്ന രണദിവെ, CPIM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം TM ഹനീഫ എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്കും വനിതാ പ്രവർത്തകർക്കുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും അപവാദ പ്രചരണങ്ങളും തടയുക, ദേശീയപാത വികസനം, യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
ഭാരവാഹികളായി സെക്രട്ടറിയായി പ്രസന്ന രണദിവയെയും പ്രസിഡന്റായി ഉമ്മൂർ അഹമ്മദിനെയും ട്രഷററായി ബൈമി സുനിലിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ദേഹോപദ്രവം ഏൽപ്പിച്ച് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് കവർച്ച ചെയ്ത പ്രതി അറസ്റ്റിൽ. കള്ളൻ മനാഫ് എന്നറിയപ്പെടുന്ന മനാഫിനെയാണ് തമിഴ്നാട് ഏർവാടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഒറ്റപ്പാലം കരിമ്പുഴ സ്വദേശി വടംവല വീട്ടിൽ സൈദ് അലവി മകൻ 34 വയസ്സുള്ള സക്കീർ എന്നയാളെയാണ് പ്രതി ദേഹോപദ്രവം ഏൽപ്പിച്ച് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് ഓടി രക്ഷപ്പെട്ടത്. കൃത്യത്തിനു ശേഷം പ്രതി പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഏർവാടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ SI ശരത് ശോമൻ, ഗാസി അൻവർ സാദത്ത്, CPO പ്രദീപ്, CPO രഞ്ജിത്ത്, CPO അരുൺ ടി എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതിക്ക് വിവിധ സ്റ്റേഷനുകളിൽ 21ഓളം കേസുകളുണ്ട്. കഴിഞ്ഞ വർഷം പുന്ന ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന് മോഷണം നടത്തിയതും മണത്തല നരിയമ്പുള്ളി കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്തിയതുമായ പ്രതിയാണ് മനാഫ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മമ്മിയൂർ ആൻഡ് മുതുവട്ടൂർ മർച്ചന്റ്സ് അസോസിയേഷൻ 45-ാം വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി. പ്രസിഡന്റ് P. മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് മുഖ്യാതിഥിയായി. വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി ഗിരീഷ് കുമാർ, വാർഷിക കണക്ക് ട്രഷറർ റോബർട്ട് CF എന്നിവർ അവതരിപ്പിച്ചു. രക്ഷാധികാരി CP വർഗീസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് CK പ്രേമൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ലോസൻ മാത്യു നന്ദിയും പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആൻഡോ തോമസ്, ഡെന്നി കെ ചീരൻ, NV ഷാജൻ, ജോസ് ലൂവീസ്, ജിജു ആളൂർ, PD ഭവീഷ്, തോമസ് വാഗയിൽ എന്നിവർ നേതൃത്വം നൽകി. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറയിൽ നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്കും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ശേഷം പഴുനാന ആലാട്ട് കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്ന കതിർക്കറ്റകൾ ക്ഷേത്രസന്നിധിയിൽ സമർപ്പിച്ച് പൂജിച്ചതിനു ശേഷം ഭഗവാനും ഉപദേവന്മാർക്കും സമർപ്പിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി അനിൽകുമാർ മേൽപ്പറമ്പത്ത്, സനോജ് തിരുമേനി, രാജു മാരാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. കരിക്കാട് വില്ലന്നൂർ മഹല്ലെ മുഹയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമം നടത്തി. 2025 ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെ വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. കരിക്കാട് KK റീജൻസിയിൽ മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം മുൻ മഹല്ല് ഖത്തീബ് ഉമ്മർ ഫൈസി കാവന്നൂർ നിർവഹിച്ചു. ഇബാദ് സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ് ബാഗവി എടപ്പാൾ മുഖ്യപ്രഭാഷണം നടത്തി. VMC രക്ഷാധികാരികളായ KK റിഫാഹിൻ ഹാജി, CM യൂസഫ് ഹാജി, മഹല്ല് മുഖ്യ രക്ഷാധികാരി NP അബ്ദുൽ ഖാദർ ഹാജി, KM അബ്ദുൽ ലത്തീഫ് ഹാജി എന്നിവർ സംസാരിച്ചു. മഹല്ല് മദ്രസ മുഅലിൻ ഉസ്മാൻ മുസ്ലിയാരുടെ ഖിറാഅത്തോടെ തുടങ്ങിയ ചടങ്ങിനെ അസിസ്റ്റന്റ് ഖത്തീബ് മുഹമ്മദ് ആഷിഖ് യാമിനി സ്വാഗതവും മഹല്ല് സെക്രട്ടറി PA അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. തുടർന്ന് 15 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ ഇസ്ലാമിക് ക്വിസ് മത്സരം, ചിത്രരചന, കളറിംഗ് എന്നീ മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കൊടിമരത്തിന്റെ അടിസ്ഥാന ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി ആശീർവദിച്ച കൊടിമരത്തിന്റെ അടിസ്ഥാന ശില 10/8/2025 രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി റവറൽ ഫാദർ VM സാമുവേൽ, സഹവികാരി ജോസഫ് ജോർജ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ചു. പ്രവർത്തനങ്ങൾക്ക് വികാരി റവറൽ ഫാദർ CM സാമുവേൽ, സഹവികാരി ജോസഫ് ജോർജ്, കൈസ്ഥാനി റെജി CI, സെക്രട്ടറി ബെന്നി KS എന്നിവർ നേതൃത്വം നൽകും.